നിഖിലയ്ക്ക് ഇവിടെയല്ലേ ഇറങ്ങേണ്ടത്? ആ അതെ കാശി. അവളുടെ കണ്ഠമിടറിയിരുന്നു. അതവൻ അറിഞ്ഞില്ല. കാശി കാർ ആ ലേഡീസ് ഹോസ്റ്റലിന് മുന്നിൽ നിർത്തി. നിഖില ഇറങ്ങിക്കോ. 90 ദിവസം എൻ്റെ ഭാര്യയായി എഗ്രിമെൻ്റ് പ്രകാരം നിന്നതിൻ്റെ മുഴുവൻ കാശും ആ ബാഗിലുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയായ അവസരത്തിൽ നീ അണിഞ്ഞിരുന്ന ഗോൾഡ് മുഴുവൻ എൻ്റെ ഒരു സന്തോഷത്തിനായി, ഒരു പ്രസൻറ്റേഷനായി അതിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിനക്കുള്ളതാണ്. അവളൊന്നു മൂളി. നിറഞ്ഞു വരുന്ന കണ്ണുനീരിനെ ഉരുണ്ടുകൂടുന്നതിന് മുൻപായി അവൾ കൺപീലിയിൽ ചലിപ്പിച്ച് തടഞ്ഞു. അവളുടെ കൈ അറിയാതെ മഞ്ഞച്ചരടിലെ കുഞ്ഞു താലിയിലേക്ക് പോയി. കാശി അത് കണ്ടു. അത് ശരിയാണല്ലോ, നിഖില എന്താ താലി ഊരി മാറ്റാത്തത്? ഇതെനിക്ക് വേണം, അവൾ അല്പം കടുപ്പിച്ച് പറഞ്ഞു. അയ്യോ അത് പറ്റില്ല, എല്ലാം വെറും നാടകമല്ലേ. അഭിനയം കഴിഞ്ഞാൽ വേഷങ്ങളെല്ലാം ഊരി മാറ്റണം, അത്ര തന്നെ. നിങ്ങൾക്ക് ഇതൊരു നാടകമായിരിക്കും. എനിക്ക് ഇതെൻ്റെ ഒരു ജീവിതമായിരുന്നെന്ന് അവൾക്ക് പറയണമെന്നുണ്ട്. എങ്കിലും അവളൊന്നും മിണ്ടിയില്ല. എങ്കിലും അവൾ പറഞ്ഞത് വേറൊന്നാണ്. അണിയിരിക്കുന്ന സ്വർണം മുഴുവൻ എനിക്ക് തന്നെ തിരിച്ചു തന്നല്ലോ, പിന്നെന്തിനാ ഈ ചരടിലെ ഒരു തരി പൊന്നിൻ്റെ കണക്ക്? അപ്പോഴാണ് കാശിയും അതിൻ്റെ ലോജിക്ക് ചിന്തിച്ചത്. എന്നിട്ട് അവളോടായി പറഞ്ഞു, ശരിയാണ്, നാടകത്തിലെ വേഷം അണിയാൻ സമയങ്ങൾ ഞാൻ നൽകിയെന്നേ ഉള്ളൂ. മുഴുവൻ നീ തന്നെയാണ് സ്വയം എടുത്തണിഞ്ഞത്. ഞാനായിട്ടൊന്നും അണിയിച്ചിട്ടില്ല. സോ കുഴപ്പമില്ല, എടുത്തോളൂ. ആട്ടെ, താമസിക്കുന്ന ഈ ഹോസ്റ്റലിലാണോ ഇത്രയും തുകയും ഗോൾഡും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്? അല്ലാതെ വേറെ എവിടെയാണ് സർ? അത് സേഫാണോ? വല്ല ബാങ്ക് ലോക്കറിലും കൊണ്ടുപോയി വെച്ചുകൂടെ? അതിന് എനിക്കൊരു ബാങ്കിലും അക്കൗണ്ട് ഇല്ല. എങ്കിലേതെങ്കിലും ബാങ്കിലൊരു പുതിയ അക്കൗണ്ട് തുടങ്ങിക്കൂടെ? ആലോചിക്കാം. നിഖില അവളുടെ ബാഗുകളും കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി. കലങ്ങിയ കണ്ണും ഒഴുകുന്ന കണ്ണുനീരും വിതുമ്പുന്ന മുഖവും കാണാതിരിക്കാൻ അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഉള്ളിൽ ദുഃഖത്തിൻ്റെ ഒരു അഗ്നികുണ്ഡം പേറിയവൾ മുന്നോട്ട് നടന്നു. ബാഗുകളുമായി അവൾ ഹോസ്റ്റലിലേക്ക് നടന്നു പോകുന്നത് കാശി കാറിലിരുന്ന് നോക്കി നിന്നു. 90 ദിവസം തൻ്റെ നിഴൽ പറ്റിയ ഒരേ വീട്ടിൽ, ഒരേ റൂമിൽ താൻ ചാവി കൊടുത്ത് നിയന്ത്രിക്കുന്ന പാവയെപ്പോലെ കഴിഞ്ഞവളാണ്. ഭാര്യയുമൊത്തുള്ള ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ് ബന്ധുക്കളെ വിശ്വസിപ്പിച്ച് സ്വിറ്റ്സർലാൻഡിലേക്കും അവളെ കൊണ്ടുപോയി. തൻ്റെ പല ബിസിനസ് തന്ത്രങ്ങളും അതുവഴിയുള്ള ലാഭങ്ങൾക്കും തൻ്റെ കൂടെയുള്ള അവളുടെ സാമീപ്യവും ഭാര്യ എന്ന രേഖകളും മേൽവിലാസവും താൻ ഉപയോഗിച്ചു. കാശ് കൊടുത്ത് അഭിനയിപ്പിക്കുന്ന ഒരു കഥാപാത്രം എന്നതിലുപരി ഒരു മനുഷ്യ സ്ത്രീയായി കാണാൻ സത്യത്തിൽ താൻ ഒരു നിമിഷം പോലും ശ്രമിച്ചില്ല. അടിമയും ഉടമയും എന്ന ഒരു മനോഭാവമായിരുന്നു തന്നിലപ്പോൾ. അവളാടിയ വേഷത്തിൻ്റെ പ്രതിഫലവുമായി അവൾ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ കാശിയുടെ കൺകോണിൽ ഒരു തുള്ളി കണ്ണുനീർ ഉരുണ്ടുകൂടി. ഇതൊക്കെ മഹാപാപമാണ്. പണം ഉണ്ടെന്ന് കരുതി ആരെയും വിലക്കെടുത്തുകൊണ്ടും എന്തും ചെയ്യിപ്പിക്കാമെന്നുള്ള തൻ്റെ അഹങ്കാരമാണ് ഇതിനെല്ലാം കാരണം. വല്ലാത്ത കുറ്റബോധം തോന്നിയപ്പോൾ പിന്നെ കാശി അവിടെ നിന്നില്ല. കാറുമെടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് കാശി ഉണർന്നത്. കാശി ഫോൺ അറ്റൻഡ് ചെയ്തു. കാശി സാറല്ലേ? സാറിൻ്റെ ഭാര്യ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഭാര്യയോ? എനിക്കങ്ങനെ ഭാര്യയില്ല. ഹലോ, നിങ്ങളാരാണ്? ഞാൻ സ്ഥലം SI ആണ്, സത്യനാഥനാണ് സംസാരിക്കുന്നത്. ഇവർ സാറിൻ്റെ ഭാര്യ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. എനിക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഈശ്വര, നിഖിലയായിരിക്കും അയാൾ ഉദ്ദേശിച്ചത്. അവൾക്കിതെന്തു പറ്റി? കാശി ഒരു നിമിഷം ആലോചിച്ചു. ശരിയാണ്, ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അതൊരു റിയൽ മാരേജ് തന്നെയായിരുന്നു. എല്ലാവരും എല്ലാ ചടങ്ങുകളിലും ഉണ്ടായിരുന്നു. തനിക്കും നിഖിലയ്ക്കും മാത്രം അതൊരു നാടകമായിരുന്നു. നിഖിലയെ ഒരു എഗ്രിമെൻ്റ് വെച്ച് വിലക്കെടുത്തതായിരുന്നു എഗ്രിമെൻ്റ് ഭാര്യ. ഹലോ, നിങ്ങൾ എന്താണൊന്നും മിണ്ടാത്തത്? ഇവരിപ്പോൾ ക്രിട്ടിക്കലിലാണ്. ഇന്നലെ രാത്രി എപ്പോഴോ ടൗണിലെ പബ്ലിക് പാർക്കിൽ വെച്ച് വിഷം കഴിച്ചതാണ്. രാവിലെ ആരോ കണ്ടപ്പോഴാണ് ഞങ്ങളെ വിവരം അറിയിച്ചത്. ബോധമില്ലെങ്കിലും ജീവനുണ്ടെന്ന് തോന്നി അവരെ ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വരുമോ? ശരി സർ, ഞാൻ വരാം. അങ്ങനെ പറയാൻ ഈ കാശിക്കപ്പോൾ നിർവാഹം ഉണ്ടായുള്ളൂ. കാശി ഹോസ്പിറ്റലിലെത്തി. ICUവിന് മുൻപിൽ SIയും സംഘവുമുണ്ട്. പലയിടത്തും കണ്ടിട്ട് പരിചയമുള്ള SI ആണ്. കാശി അങ്ങോട്ട് ചെന്ന് അയാളെ വിഷ് ചെയ്തു. SI കാശിയെ മാറ്റി നിർത്തി അല്പം സംസാരിച്ചു. ഭാര്യ നിങ്ങളുടെ വീട്ടിൽ നിന്നും എവിടെ പോയതാണെന്നും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിച്ചു. പഠിച്ച കോളേജിൻ്റെ ഹോസ്റ്റലിൽ പോയി സുഹൃത്തുക്കളെ കണ്ട ശേഷം വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഹോസ്റ്റലിൻ്റെ മുൻപിൽ ഇറങ്ങിയത് എന്ന് കാശി തട്ടിവിട്ടു. അതിനിടെ ICUവിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വന്നു. കാശിയും പോലീസുകാരും അദ്ദേഹത്തിൻ്റെ സമീപം ചെന്നു. ഡോക്ടർ എല്ലാവരോടുമായി പറഞ്ഞു, അത്ര അപകടമല്ലാത്തൊരു പോയിസൺ കണ്ടന്റ് ഉള്ളിൽ ചെന്നതായി കണ്ടിരുന്നു. പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. 1-2 മണിക്കൂറിനുള്ളിൽ ബോധം വരും. ഇപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് പോയിട്ട് കാണാം. പോലീസുകാർ കാശി അകത്തേക്ക് അയച്ചു.
ബെഡിൽ ശാന്തമായി കണ്ണടച്ച് കിടക്കുന്ന നിഖിലയെ അയാൾ കണ്ടു. ഇവൾ എന്തിനു മരിക്കാൻ പോയി? വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതേ വേഷത്തിൽ തന്നെയാണുള്ളത്. ഇവൾ ഹോസ്റ്റലിൽ പോയില്ലേ? ഒരുപാട് സംശയങ്ങൾ കാശിയുടെ മനസ്സിൽ നിറഞ്ഞു. അയാൾ പുറത്തിറങ്ങി. സർ, അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗുകളാണ്. ബോധമുണർന്ന് മൊഴിയെടുക്കും വരെ സൂക്ഷിക്കാൻ പറഞ്ഞ് SI സാർ. ആയിക്കോട്ടെ, കാശി പറഞ്ഞു. 2 ബാഗുകളും പോലീസുകാർ സൂക്ഷിച്ചിരിക്കുകയാണ്. 2 പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് അയക്കിയിട്ട് SI പോകാനൊരുങ്ങവേ കാശിയോടായി പറഞ്ഞു, എന്തായാലും വൈഫിന് ബോധം തെളിയട്ടെ. എന്താ പ്രോബ്ലം എന്ന് അപ്പോൾ അറിയാം. അവർക്ക് എന്താ പറയാനുള്ളത് എന്ന് കേട്ടിട്ട് കാശിയുടെ ഭാഗത്ത് കോംപ്ലിക്കേഷനൊന്നുമില്ലെങ്കിൽ സാറിന് അവരെ കൊണ്ടുപോകാം. ശരി സർ. കാശിക്ക് ഉറപ്പുണ്ട് തൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. തൻ്റെ ഡീലിംഗൊക്കെ വളരെ സ്മൂത്തായി നടന്ന് അവളെ കൊണ്ടുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റില്ല. അവളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. കാശി എങ്ങും പോകാതെ അവിടെ തന്നെ ഇരുന്നു. പേഷ്യൻ്റ് കോൺഷ്യൻ്റായി. ഉച്ചയോടെ അടുത്തപ്പോൾ അവൾക്ക് ബോധം വന്ന കാര്യം നേഴ്സ് വന്നറിയിച്ചു. കാശി അവളെ പോയി കണ്ടു. എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് രാത്രി പാർക്കിൽ പോയത്? അവിടെ വെച്ചെന്തിനാ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? 90 ദിവസം മുമ്പുണ്ടായിരുന്ന ഹോസ്റ്റലിലെ റൂമൊന്നും ഇപ്പോൾ അവിടെയില്ല. ഒക്കെ ഫുള്ളാണ്. കല്യാണത്തോടു കൂടി അനാഥാലയത്തിൽ നിന്നും കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളും സ്പോൺസർഷിപ്പും കട്ടായി. എക്സാം കഴിഞ്ഞതുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ കിട്ടാതെ ഒരു ജോലിയിൽ കയറാനും പറ്റില്ല. അനാഥയായി ഞാൻ എവിടെ പോയി താമസിക്കും? അതിനല്ലേ നിന്റെ കയ്യിൽ പണം. ജോലി കിട്ടും വരെ തൽക്കാലം എവിടെയെങ്കിലും ഒരു ക്വാർട്ടേഴ്സ് വില്ലയോ എടുത്ത് താമസിക്കണം. എന്ത് പെട്ടെന്നാ നിങ്ങൾ! ഒരു സാധാരണ യുവാവിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലെ ഈ സമൂഹത്തിൽ ഒരു യുവതിക്ക് അങ്ങനെയൊക്കെ പറ്റുമോ? എന്താ ജനങ്ങൾ കരുതുക? 90 ദിവസം വരെ ഉണ്ടായ ഒരു മേൽവിലാസം എനിക്ക് ലഭിക്കുമോ? ഒരു സ്ത്രീക്ക് വേണ്ടത് വെറും പണമല്ല, സുരക്ഷയാണ്. കരുതലോടെ ചേർത്ത് നിൽക്കുന്ന ഒരു ബന്ധുവാണ്. അനാഥയായ ഞാൻ എങ്ങനെ ഇതൊക്കെ കണ്ടെത്തും? നിങ്ങളുടെ ഭാര്യയായി വേഷം കെട്ടാൻ ഒരുങ്ങുമ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. കിട്ടുന്ന കാശ് കൊണ്ട് തുടർ പഠനം നടത്തി ഒരു ജോലി സമ്പാദിക്കുക എന്നത്. പക്ഷേ നിങ്ങളുടെ ഭാര്യയായി ഇത്രയും കാലം ജീവിച്ചപ്പോൾ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. നിങ്ങളെന്ന ചെറുപ്പക്കാരൻ്റെ സ്നേഹവും സാമീപ്യവും പെരുമാറ്റവും എന്നെ ഞാനല്ലാതെ ആക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യ എന്ന ആ പദവി മാനസികമായി എൻ്റെ സ്ത്രീ ഹൃദയം സ്വീകരിച്ചു പോയിരിക്കുന്നു. ഒരു ദയവുമില്ലാതെ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. ലോകത്താരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം രൂക്ഷമാണെന്ന് എനിക്കറിയാം. കരാറ് പ്രകാരം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സ് നിങ്ങളിൽ തന്നെ ആയിരുന്നു. അതൊക്കെ ആലോചിച്ചപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടു പോയ എനിക്ക് ആ നിമിഷം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ തോന്നിയത്. അതും പറഞ്ഞ് നിഖില കണ്ണീരൊഴുക്കി. അത് കണ്ടപ്പോൾ കാശിക്ക് വല്ലാതെയായി. എൻ്റെ കൈ പതുക്കെ അവളുടെ കവിൾത്തടത്തിലേക്ക് പോയി. ഒഴുകിയിറങ്ങുന്ന അവളുടെ കണ്ണുനീർ കണങ്ങൾ തുടച്ചു. നിഖില പേടിക്കണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. ഇനിയെന്നും എൻ്റെ ഭാര്യയായി എന്നോടൊപ്പം ജീവിച്ചാൽ മതി. ഇതിലേക്ക് ബോധം തെളിഞ്ഞതറിഞ്ഞ് SI വന്നു. അദ്ദേഹം പോലീസിനെയും കൂട്ടി അവളുടെ അടുത്ത് ചെന്ന് മൊഴിയെടുത്തു. ബന്ധുക്കൾ കൈയൊഴിഞ്ഞ നിരാശയിലാണ് ആത്മഹത്യയ്ക്ക് താൻ ശ്രമിച്ചതെന്നും ഭർത്താവായ കാശിക്ക് ഇതിൻ്റെ യാതൊരു പങ്കില്ലെന്നും അവൾ പോലീസിനോട് പറഞ്ഞു. അവളെ പരിചരിച്ച് 2-3 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന കാശി അവളെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ഇപ്പോഴാണ് താനൊരു മനുഷ്യനായത്. സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന ബിസിനസ്സുകാരിയായ അമ്മമ്മയുടെ ഭാരിച്ച ധനം ലഭിക്കാൻ വേണ്ടി അമ്മമ്മയുടെ ബിൽപത്രപ്രകാരം കൊച്ചുമകൻ മാരീഡായാൽ മാത്രമേ ആ തുക വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. അങ്ങനെയാണ് നിഖില എന്ന പെൺകുട്ടിയെ കൃത്രിമ കല്യാണം കഴിച്ച് ഭാര്യയായി കൂടെ കൂട്ടി സ്വിറ്റ്സർലാൻഡിൽ പോയി സമ്പത്ത് മുഴുവൻ തൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് മടങ്ങി വന്നത്. അവളെ ഇവിടേക്ക് ഉപേക്ഷിച്ച് സ്വിറ്റ്സർലാൻഡിലേക്ക് മടങ്ങാനാണ് പരിപാടി. അങ്ങനെയാണ് തൻ്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം കരിമ്പൻ ചട്ടി പോലെ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അനാഥയാണ്, എന്തു പണിക്ക് നിൽക്കുമെന്ന് പറഞ്ഞ് സുഹൃത്തുക്കളെ ഏൽപ്പിച്ച അവളെ ഭാര്യയായി 90 ദിവസം കൊണ്ട് നടന്നപ്പോൾ കാശിക്കും അറിയാതെ ഉള്ളിൽ അവളോട് സ്നേഹം പടർന്നിരുന്നു. അതാണ് അവളെ കൊണ്ടുവിട്ടപ്പോൾ കണ്ണിൽ ഉരുണ്ടുകൂടിയത്. ഏതായാലും നമ്മൾ ചേരേണ്ടവരായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ കാശി നിഖിലയെ പൂർണ്ണ മനസ്സോടെ ഭാര്യയായി കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.